ഹായ്, ഏവർക്കും ക്രിസ്മസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. +2 കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ക്രിസ്മസ് എക്സാമിനേഷനിൽ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി സയൻസ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായും ആ ക്വസ്റ്റ്യൻ പേപ്പറുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ചോദിച്ചത്. അത് സ്വാഭാവികം, കാരണം സയൻസ് വിദ്യാർത്ഥികളെക്കാളും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് സാധാരണ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാറുള്ളത്. ഈ വർഷവും അതിൽ മാറ്റമൊന്നുമില്ല. സയൻസ് വിദ്യാർത്ഥികളും ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും സയൻസ് വിദ്യാർത്ഥികളും നോക്കുന്നത് നല്ലതായിരിക്കും. പബ്ലിക് എക്സാമിനേഷന് ഇതിൽ ചില ക്വസ്റ്റ്യൻസ് സയൻസ് വിദ്യാർത്ഥികൾക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ക്രിസ്മസ് എക്സാമിനേഷന്റെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. കൺസിഡർ എ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ equal to 1, 2, 3, 4, 5, 6 defined by R equal to ordered pair A, B such that B equal to A plus 1. Verify the relation R is reflexive, symmetric or transitive. ഈ സെറ്റ് ബിൽഡറിൽ തന്നിട്ടുള്ള റിലേഷൻ നമ്മൾ ആദ്യം റോസ്റ്റർ ഫോമിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഇത് ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ എക്ക് നമ്മൾ 1 കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ എന്ത് കിട്ടും? 1 + 1 2. അപ്പോൾ 1, 2 അത് ഒരു എലമെന്റ് ആണ് ഈ റിലേഷനിലെ. അടുത്ത് 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 3. അപ്പോൾ ഓർഡേർഡ് പെയർ 2, 3. 3 കൊടുത്താൽ എന്ത് കിട്ടും? 3 + 1 4 എന്ന് കിട്ടും. 3, 4 മറ്റൊരു പെയർ. 4, 5 മറ്റൊരു പെയർ. 5 കൊടുത്താൽ 6 കിട്ടും. 5, 6. അടുത്ത 6 കൊടുത്താലോ 7 കിട്ടും. 7 ഈ സെറ്റിനകത്തുണ്ടോ? ഇല്ല. അപ്പൊ 6, 7 നമുക്ക് എഴുതാൻ സാധിക്കില്ല. ഈ എയും ബിയും ഈ സെറ്റിലെ എലമെന്റ് തന്നെ ആയിരിക്കണം. സോ ദ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് 1, 2, 2, 3, 3, 4, 4, 5, 5, 6. ഇനി ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? നമ്മുടെ സെറ്റ് 1, 2, 3, 4, 5, 6 ആണ്. 1, 1 ഈസ് റിലേറ്റഡ് ടു 1 ആണോ? ഇതിനകത്തുണ്ടോ? ഇല്ല. 1, 1 നോട്ട് ആൻ എലമെന്റ് ഓഫ് R. therefore R is not reflexive. അടുത്ത 1, 2 ഉണ്ട്. തിരിച്ച് 2, 1 ഇതിനകത്തുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. അടുത്ത 1, 2, 2, 3 തുടർച്ചയായിട്ടുള്ള രണ്ട് പേഴ്സ് കണ്ടെത്തി. then 1, 3 ഇതിനകത്തുണ്ടോ? ഇല്ല. therefore it is not transitive. clearly R is not reflexive, not symmetric, not transitive എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നെക്സ്റ്റ്, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് 1 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 45 ഡിഗ്രി അല്ലെങ്കിൽ π/4 ഏത് ആൻസർ എഴുതിയാലും മാർക്ക് കിട്ടും. Prove that sin inverse 2x into √1 - x² equal to 2 into sin inverse x. LHS കൺസിഡർ ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അറ്റ് ദ സെയിം ടൈം എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, sin θ. അപ്പൊ θ ഈക്വൽ ടു sin ഇൻവേഴ്സ് x എന്ന് കിട്ടും. ഇനി ഇവിടെ എക്സിന് sin θ കൊടുത്താൽ 2 sin θ into √1 - sin² θ. 2 sin θ into 1 - sin² cos². √cos² എന്ന് പറഞ്ഞാൽ cos θ. 2 sin θ cos θ എന്ന് പറഞ്ഞാൽ ഫോർമുല sin 2θ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ആണെങ്കിൽ എക്സ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 2θ ഈക്വൽ ടു 2 into θയുടെ വാല്യൂ എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ 3/3 മെട്രിക്സ് വേർ aij ഈക്വൽ ടു i - j. ആ സഫിക്സിൽ ഇരിക്കുന്ന നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക, അതാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി. ഒരു 3/3 മെട്രിക്സ്. അപ്പൊ അതിന്റെ മോഡൽ മെട്രിക്സ് എഴുതുക. a11, a12, a13, a21, a22, a23, a31, a32, a33. 3 റോസ് ആൻഡ് 3 കോളംസ് ഉള്ള ഒരു മെട്രിക്സ്, അതാണ് 3/3 മെട്രിക്സ്. ഇനി ഇവിടുത്തെ എലമെന്റ്സ് എങ്ങനെയാണ്? i - j ഈ സഫിക്സിൽ ഇരിക്കുന്നത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. 1 - 1 0, 1 - 2 -1, 1 - 3 -2, 2 - 1 എന്താണ്? 1, 2 - 2 0, 2 - 3 -1. സിമിലർലി 3 - 1 2, 3 - 2 1, 3 - 3 എന്താണ്? 0. എ എന്ന മെട്രിക്സ് കിട്ടി. ഇനി ഈ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക്സ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എ ട്രാൻസ്പോസ് കാണുക. ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കുത്തനെ ഇരിക്കുന്നത് ചരിച്ചെഴുതുക. സോ ഫസ്റ്റ് കോളം 0, 1, 2 ഫസ്റ്റ് റോ ആയി, സെക്കൻഡ് കോളം സെക്കൻഡ് റോ ആയിട്ട് എഴുതുക, തേർഡ് കോളം തേർഡ് റോ ആയിട്ട് എഴുതുക. എന്നിട്ടൊരു മൈനസ് പുറത്തെടുത്ത് എഴുതുക. അപ്പോൾ മൈനസ് പുറത്തെടുക്കുമ്പോൾ 0 - 1 -2 എന്ന് വരും. ഇവിടെ +1 0 -1. അടുത്ത മൈനസ് പുറത്തെടുത്താൽ 2 1 0. ഒരു മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇനി ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? എ. ചുരുക്കി പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് കിട്ടി? -a. Therefore the given matrix A is a
സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. Question number 4. Find value of k if this function is continuous at x equal to 2. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2, ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2 ചെറുതാകുമ്പോൾ ഫംഗ്ഷൻ എന്ത്? എക്സിന്റെ വാല്യൂ 2 ചെറുതാകുമ്പോൾ ഫംഗ്ഷൻ കെ എക്സ് സ്ക്വയർ. സോ കൊടുത്തു എക്സ് ഗ്രേറ്റർ ദാൻ 2, അതാണ് 2 പ്ലസ്, അപ്പോൾ ഫംഗ്ഷൻ 3. ഇനി ഇവിടെ എക്സിന് 2 കൊടുത്താൽ 4k. ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സ് ഇല്ല, അപ്പൊ അത് കോൺസ്റ്റന്റ് അതുപോലെ എഴുതുക. 4k ഈക്വൽ ടു 3, k ഈക്വൽ ടു എന്താണ്? 3/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. The radius of a circle is increasing at the rate of 3 centimeter per second. റേഡിയസിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നിട്ടുണ്ട്, അതായത് dr/dt. റേഡിയസ് 10 ആകുമ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ എത്ര ഇൻക്രീസ് ചെയ്യും എന്നാണ് കണ്ടെത്തേണ്ടത്. സോ dr/dt തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാണണം. ഫോർമുല πr². ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t ആണ്. സോ dA/dt പൈ കോൺസ്റ്റന്റ്, r² 2r into dr/dt. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 60π സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രേഷനും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ x/(x-1) into x-2. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യണം. സോ അകത്തിരിക്കുന്ന ഫംഗ്ഷൻ x/(x-1) into x-2 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് a/(x-1) പ്ലസ് b/(x-2). മറ്റൊരു ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിൽ പ്ലസ് c എന്ന് എഴുതണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഓരോ ടേമിനെയും ഈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാം വെട്ടിപ്പോയാൽ എക്സ് മാത്രം. ഈ സംഗതി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ x-1 പോയാൽ a into x-2 പ്ലസ് ഇവിടെ b into x-2 പോയാൽ x-1. ചില എളുപ്പത്തിൽ a into x-2 പ്ലസ് b into x-1 അങ്ങനെ എഴുതാൻ പറയും. എല്ലാം ശരി തന്നെ. എക്സിന് 2 കൊടുക്കുക, എക്കും ബിക്കും വാല്യൂ കാണുന്നതിന് വേണ്ടി എക്സിനൂടെ 2 കൊടുത്താൽ ഇത് 0 ആയിപ്പോയി. അടുത്ത് ഇവിടെ 2 - 1, അപ്പൊ b ഈക്വൽ ടു ഇവിടെ എക്സിന് എന്താണ് 2, ബിയുടെ വാല്യൂ 2. അടുത്ത എക്സിന് കംപ്ലീറ്റ് ആയിട്ട് ഇത് 0 ആക്കുന്ന രീതിയിൽ 1 കൊടുക്കുക, +1. അപ്പൊ ലെഫ്റ്റ് സൈഡ് 1 ഈക്വൽ ടു 1 - 2 - 1 ഇൻറ്റു a മൈനസ് a. ഇത് 0 ആയി. അപ്പൊ a ഈക്വൽ ടു എന്താണ്? -1. ഇന്റഗ്രൽ x/(x-1) into x-2 dx ഈക്വൽ ടു ഇന്റഗ്രൽ ഈ അകത്തിരിക്കുന്ന ഫംഗ്ഷനിലെ ഇത് a/(x-1) that is -1/(x-1) പ്ലസ് b/(x-2) that is 2/(x-2). 1/x ന്റെ ഇന്റഗ്രൽ log x. അപ്പൊ ഇത് മൈനസ് ലോഗ് മോഡുലസ് ഓഫ് x-1 പ്ലസ് ഇതും അതുപോലെ 2 into 1/x ലോഗ് മോഡുലസ് ഓഫ് x-2 പ്ലസ് c എന്ന് എഴുതാം. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കിയാണ് ചെയ്യേണ്ടത്. ആ ഇക്വേഷൻ അതുപോലെ എഴുതി. ഇവിടെ dxന്റെ കൂടെ നമുക്ക് എക്സിന്റെ ടേം മാത്രം മതി, അപ്പൊ ഇവിടെ ആവശ്യമില്ലാത്ത tan y. അതുപോലെ ഇവിടെ dy-യുടെ കൂടെ ആവശ്യമില്ലാത്ത ആളാരാണ് tan x. അവയുടെ പ്രോഡക്റ്റ് കൊണ്ട് ഈച്ച് ടേമിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ഈച്ച് ടേം ബൈ tan x into tan y. ഇവിടെ ഡിവൈഡ് ചെയ്താൽ tan y പോയി sec² tan x എന്ന് കിട്ടും. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ tan x ഉം പോയി sec² tan y എന്ന് വരും. ഓരോ ടേമിനെ ഇന്റഗ്രേഷൻ ചെയ്യുക. താഴെ ഇരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡുലസ് ഓഫ് താഴെ ഇരിക്കുന്നത്. സോ ലോഗ് മോഡുലസ് ഓഫ് tan x പ്ലസ് ഇവിടെയും ഇന്റഗ്രൽ താഴെ ഇരിക്കുന്നതിന്റെ ഡെറിവേറ്റീവിലെ മേളിൽ ലോഗ് മോഡുലസ് ഓഫ് tan y ഈക്വൽ ടു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ലോഗ് c പ്ലസ് c എന്ന് ലെഫ്റ്റ് സൈഡിൽ കൊടുത്താലും മതി. സിംപ്ലിഫിക്കേഷൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 8. Consider the point A and B. Find vector AB. Vector AB കാണുന്ന ഫോർമുല OB minus OA. B യിൽ നിന്ന് A കുറയ്ക്കുക. -1 -2 എന്ത് കിട്ടി? -3 എന്നിട്ട് I കൊടുക്കുക. -3 I. അടുത്ത 1 - 1 0. അപ്പൊ +0j. അടുത്ത 4 -2 4 + 2 6k എന്ന് എഴുതുക. സബ്ട്രാക്ട് ചെയ്തിട്ട് ijk കൊടുത്ത് എഴുതുക. അടുത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി കാണുക. റൂട്ട് ഓഫ് -3ന്റെ സ്ക്വയർ 9 പ്ലസ് 0യുടെ സ്ക്വയർ 0 പ്ലസ് 6ന്റെ സ്ക്വയർ 36. ആഡ് ചെയ്യുമ്പോൾ റൂട്ട് എന്ത് കിട്ടും? 45. നമുക്ക് കാണേണ്ടത് യൂണിറ്റ് വെക്റ്റർ എലോങ് വെക്റ്റർ എ ബി കാണുന്ന ഫോർമുല വെക്റ്റർ എ ബി ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ആൻസർ ഈ വെക്റ്റർ ബൈ √45. സിമ്പിൾ ക്വസ്റ്റ്യൻ. 8 ക്വസ്റ്റ്യൻ ഉണ്ട്. വി ഹാവ് ടു ആൻസർ എനി 6. 8 ക്വസ്റ്റ്യനും സിമ്പിൾ ആണ്. ഇനി ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ പോലും ആ സെഷനിലെ 6 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും.
നെക്സ്റ്റ് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫംഗ്ഷൻ f of x equal to 3x plus 2 defined from real number to real number. Verify that the function is 1 1 and on 2. 1 1 വെരിഫൈ ചെയ്യുന്ന എങ്ങനെയാണ്? ലെറ്റ് f of x equal to f of y എന്ന് അസ്യൂം ചെയ്യുക. f of x 3x plus 2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ f of y എന്തായിരിക്കും? 3y plus 2. രണ്ട് സൈഡും 2 2 ക്യാൻസൽ ചെയ്താൽ 3x equal to 3y. 3 3 ക്യാൻസൽ ചെയ്താൽ x equal to y. Every element has distinct image എന്ന് പ്രൂവ് ചെയ്തു. Therefore function is 1 1. Want to prove and let y element of second set are such that f of x equal to y. ഇത് മനസ്സിലാക്കുക. f of x ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3x plus 2 equal to y. ഇതിൽ നിന്ന് x ന്റെ വാല്യൂ കണ്ടെത്തണം. 3x equal to y minus 2. x equal to y minus 2 by 3. y എന്ന് പറയുന്ന റിയൽ നമ്പർ. yക്ക് ഏത് റിയൽ നമ്പർ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താലും ഇവിടെ കിട്ടുന്നത് ഒരു റിയൽ നമ്പർ. ആദ്യത്തെ സെറ്റിൽ എലമെന്റ് ആണെന്ന് കിട്ടി. രണ്ടാമത്തെ സെറ്റിൽ ഏത് എലമെന്റ് എടുത്താലും അതിന് ആദ്യത്തെ സെറ്റിൽ പ്രീ ഇമേജ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തത് കൊണ്ട് ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. നെക്സ്റ്റ്, ഈ ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണോ? ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ അത് 1 1 ആകണം, 1 2 ആകണം. അതായത് ബൈജക്റ്റീവ് ആകണം. ഇവിടെ ബൈജക്റ്റീവ് ആണ്. therefore the function is എന്താണ്? ഇൻവെർട്ടിബിൾ. ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഇൻവേഴ്സ് എന്ത്? x ഈക്വൽ ടു എന്താണോ കിട്ടിയത് അതാണ് ഇൻവേഴ്സ്. സോ f ഇൻവേഴ്സ് ഈക്വൽ ടു y മൈനസ് 2 ബൈ 3. അതിൽ yക്ക് വരെ നമ്മൾ x കൊടുത്തെഴുതുക. x മൈനസ് 2 ബൈ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. കൺസിഡർ ദ മെട്രിക്സ്. എ തന്നിട്ടുണ്ട്. ഫൈൻഡ് എസ് സ്ക്വയർ. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എ ഇൻറ്റു എ. എ എന്ന മെട്രിക്സ് രണ്ട് പ്രാവശ്യം എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും 1 into 1 1, 3 into -2 -6 അത് കിട്ടി. അടുത്ത ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും 1 into 3 3, അടുത്ത 3 into 4 12. ഇതേപോലെ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളും -2 into 1 -2, 4 into -2 -8. സെക്കൻഡ് റോയും സെക്കൻഡ് കോളും -2 into 3 -6, അടുത്ത 4 into 4 എന്താണ്? 16. ആഡ് ചെയ്യുമ്പോൾ എസ് സ്ക്വയർ -5 15 -10 10 എന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എസ് സ്ക്വയർ -5a പ്ലസ് 10i ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി LHS എടുക്കുക. എസ് സ്ക്വയർ ഈ കണ്ടെത്തിയത് അതുപോലെ എഴുതുക. മൈനസ് 5 into a. ഈ മെട്രിക്സിലെ എ എന്ന മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 15 -10 20 പ്ലസ് 10i. i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1. ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 10 0 0 10 എഴുതി. ഇനി ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, അത് കിട്ടും. ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? എല്ലാ എലമെന്റ് 0 വിച്ച് ഈസ് 0 എന്ന് എഴുതാം. വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് വി ഹാവ് ടു പ്രൂവ്. ക്വസ്റ്റ്യൻ നമ്പർ 11. f of x is strictly increasing. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 10 എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 11. f of x is strictly increasing, then f dash x is dash positive. Strictly decreasing ആണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അടുത്ത ഫൈൻഡ് ദ ഇന്റർവൽസ് ഇൻ വിച്ച് ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. അതിനുവേണ്ടി f of x എടുത്തെഴുതുക. ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 4x ന്റെ -4. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 2x ഈക്വൽ ടു 4 x ഈക്വൽ ടു 2. നമ്മുടെ റിയൽ ലൈനിനെ ഈ പോയിന്റ് രണ്ട് ഇന്റർവൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് -∞ മുതൽ 2 വരെ, മറ്റൊന്ന് 2 മുതൽ ഇൻഫിനിറ്റി വരെ. ആദ്യത്തെ ഇന്റർവൽ കൺസിഡർ ചെയ്യുക. -∞, 2. ആ ഇന്റർവെല്ലുള്ള ഒരു പോയിന്റ് എടുക്കുക. രണ്ടിനേക്കാളും ചെറിയൊരു സംഖ്യ, എന്നിട്ട് അതെടുത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊടുക്കുക. രണ്ടിനേക്കാളും ചെറിയ നമ്പർ 0 ആണല്ലോ. 0 കൊടുത്താൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ത് കിട്ടി? നെഗറ്റീവ്. therefore f of x is strictly എന്താണ്? ഡിക്രീസിംഗ് ഇൻ ദാറ്റ് ഇന്റർവെൽ. ഇനി സെക്കൻഡ് ഇന്റർവെൽ ഇൻ 2, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? രണ്ടിനേക്കാളും വലിയ നമ്പർ ഇതിൽ കൊടുക്കുക. 3 6 - 4 2 പോസിറ്റീവ് എന്ന് കിട്ടി. therefore the function is strictly increasing in this interval എന്ന് പറയാം. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. കറക്കി കുത്താം. ഫോർമുലകളാണ്. ഇന്റഗ്രൽ 1/1 + x². എന്താണ്? tan ഇൻവേഴ്സ് x. ഇന്റഗ്രൽ 2x/1 + x². താഴെ ഇരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് മേളിൽ. സോ ലോഗ് മോഡുലസ് ഓഫ് താഴെ ഇരിക്കുന്നത്. ഇന്റഗ്രൽ sec(x). ഇത് മാത്രമായിരിക്കും ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. sec(x)ന്റെ ഇന്റഗ്രൽ എന്താണ്? നമുക്ക് പഠിക്കാനുള്ളതാണ്. ലോഗ് മോഡുലസ് ഓഫ് sec(x) + tan x. ഇന്റഗ്രൽ sec²x എന്താണ്? tan x. ഡയറക്റ്റ് ഫോർമുലയാണ്, വേറെ ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഏരിയ ഓഫ് ദ എലിപ്സ് x²/9 + y²/4 = 1. ഇത് കാണുന്നതിന് വേണ്ടി ആദ്യം ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് y യുടെ വാല്യൂ കണ്ടെത്തണം. സോ y²/4 = 1 - x²/9. ക്രോസ് മൾട്ടിപ്ലൈ 9 - x²/9. y = ക്രോസ് മൾട്ടിപ്ലൈ 4/9. അതെന്താണ്? റൂട്ട് എടുക്കുമ്പോൾ 2/3, പിന്നെ റൂട്ട് 9 - x². നമുക്ക് ഈ ഹോൾ എലിപ്സിന്റെ ഏരിയ കാണണം. അതിനുവേണ്ടി ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ മാത്രം ഏരിയ കാണുന്നു. ഇത് 0 ആണെന്ന് അറിയാം. ഇതെന്താണ്? a എന്ന് പറയുന്നത് എന്താണ്? s²9. അപ്പൊ a എത്രയാണ്? 3. അപ്പോൾ ഏരിയ കാണാൻ, മൊത്തം കാണാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
So 4 into integral a to b y dx equal to 4 into integral 0 to 3. ഇവിടെ x varies from 0 to 3. y എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട് 2/3 root 9 minus x square dx. ഈ 2/3 പുറത്തെടുത്താൽ 8/3. അടുത്ത് ഇവിടെ ഫോർമുലയാണ് റൂട്ട് എസ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ x/2 റൂട്ട് അതുപോലെ 9 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ബൈ 2 9/2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം ലിമിറ്റ് 0 to 3 കൊടുക്കുക. ദെൻ എക്സിന് നമ്മൾ ആദ്യം 3 കൊടുത്താൽ ഇവിടെ 0 ആയി പോകും. ഇത് അതുപോലെ 9/2 സൈൻ ഇൻവേഴ്സ് 3/3 1 കിട്ടും. മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ മൊത്തം 0. ഈ സൈൻ ഇൻവേഴ്സ് 1 എന്താണ് π/2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6π എന്ന് കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർക്കിൾ അല്ലെങ്കിൽ എലിപ്സിന്റെ ഏരിയ കാണാൻ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഈ വർഷവും ചോദിച്ചു. പബ്ലിക്കിനും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണുള്ളത്. സോ ഓർഡർ 1. ആ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ അതും 1. അപ്പൊ ഡിഗ്രിയും എന്താണ് 1. ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്തണം. ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഒയ്യുടെ കോഎഫിഷ്യന്റ് അതാണ് പി. സോ പി എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1/x എന്ന് കിട്ടി. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്ന ഫോർമുല e റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് e റൈസ് ടു 1/x dx ഈക്വൽ ടു e റൈസ് ടു 1/x ന്റെ ഇന്റഗ്രൽ log x. e റൈസ് ടു log x നെ നമുക്ക് എങ്ങനെ എഴുതാം? x എന്ന് എഴുതാം. ഇതുവരെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാനാണ് സാധ്യത. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് കൺസിഡർ ദ വെക്ടർ. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ പ്ലസ് ബി കാണുക. വെരി സിമ്പിൾ. 3aയും ഐയും കൂട്ടിയാൽ 4i മൈനസ് ജെയും മൈനസ് 5jയും മൈനസ് 6j മൈനസ് 5kയും 3kയും കൂട്ടിയാൽ മൈനസ് 2k. എ പ്ലസ് ബി കിട്ടി. അടുത്ത് എ മൈനസ് ബി. ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 3iയിൽ നിന്ന് ഐ കുറച്ചാൽ 2i. അടുത്ത് മൈനസ് ജെ മൈനസ് മൈനസ് അപ്പൊ പ്ലസ് വരും. അപ്പൊ 5j മൈനസ് ജെ എന്താണ്? 4j. അടുത്തത് മൈനസ് കെ മൈനസ് 3k എന്ത് കിട്ടും? മൈനസ് 8k എന്ന് കിട്ടും. അപ്പൊ എ പ്ലസ് ബി കിട്ടി, എ മൈനസ് ബി കിട്ടി. രണ്ടാമത്തെ പാർട്ടിൽ എ പ്ലസ് ബിയും എ മൈനസ് ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി കാണുക. ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കാണും? ഐയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 into 2 8 പ്ലസ് മൈനസ് 6 into 4 മൈനസ് 24 പ്ലസ് മൈനസ് 2 മൈനസ് 8 മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 16 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 0. അല്ലെ, ഇവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയതുകൊണ്ട് ഈ വെക്ടേഴ്സ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 16. 4 മാർക്കിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലും എമ്മും എന്നും ഡയറക്ഷൻ കൊസൈൻ ആണെങ്കിൽ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്താണ്? 1 എന്നറിയാം. ഫൈൻഡ് ദി വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ് 1 2 3 ആൻഡ് അലോങ് ദ വെക്ടർ 3i പ്ലസ് ജെ പ്ലസ് 2k. വെക്ടർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. അതാണ് വെക്ടർ ഇക്വേഷൻ. വെക്ടർ എ എന്ന് പറയുന്നത് ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ 1i പ്ലസ് 2j പ്ലസ് 3k. ഇതാണ് വെക്ടർ ബി. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടി? ആൻസർ കിട്ടി. 4 മാർക്കിന്റെയും എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1-2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്തവർക്കും ഈ 8 ക്വസ്റ്റ്യനിൽ 6 ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. എസ് എ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ, മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക യൂസിങ് മെട്രിക്സ് മെത്തേഡ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും ഞാനൊന്ന് ഓടിച്ച് പറയാം. ദ ഗിവൺ ഇക്വേഷൻ ക്യാൻ ബി റിട്ടേൺ ദ ഫോം ax ഈക്വൽ ടു ബി. എ എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് മെട്രിക്സ്. 3 മൈനസ് 2 3 2 1 മൈനസ് 1 4 മൈനസ് 3 ദെൻ എന്താണ്? 2. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് XYZ. ക്യാപിറ്റൽ ബി എന്താണ്? കോളം മെട്രിക്സ് റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ് 8 1 4. ഡിറ്റർമിനന്റ് എ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -17. ഒരുപാട് പ്രാവശ്യം റിവിഷൻ ക്ലാസ്സിലും ഡീറ്റെയിൽ ക്ലാസ്സിലും ചെയ്തിട്ടുള്ളത് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. അടുത്ത അഡ്ജെ കോഎഫിഷ്യന്റ് മെട്രിക്സ് കണ്ടിട്ട് ട്രാൻസ്പോസ് കാണാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് കാണാം. അതും നിങ്ങൾക്ക് വിടുന്നു. അഡ്ജെ കിട്ടി. എ ഇൻവേഴ്സ് കാണുന്ന ഫോർമുല അഡ്ജെ ബൈ ഡിറ്റർമിനന്റ് 1 ബൈ ഡിറ്റർമിനന്റ് -17 ഇൻറ്റു അഡ്ജെ എഴുതി. ക്യാപിറ്റൽ എക്സ് കാണുന്ന ഫോർമുല എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇത് ഇൻറ്റു ഇത് 1 ബൈ -17. അതുപോലെ ഈ മെട്രിക്സും ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോളം മെട്രിക്സ് കിട്ടും. ഓരോ ഒന്നിനെയും -17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 3. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 1, വൈ എന്ന് പറഞ്ഞാൽ 2, ഇസഡ് എന്ന് പറഞ്ഞാൽ 3. ഞാൻ സ്പീഡിൽ പറയാൻ കാരണം ഇത് ഒത്തിരി പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ്. ഇനി അറിഞ്ഞുകൂടാത്തവർ റിവിഷൻ ക്ലാസ് കണ്ട് മനസ്സിലാക്കുക. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x. അടുത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ dy ബൈ dx കാണുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. എക്സും വൈയും ഇടകലർന്നിരിക്കുന്നു. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, വൈ സ്ക്വയറിന്റെ 2y ഇൻറ്റു വൈ ആയതുകൊണ്ട് ഒരു dy ബൈ dx കൊടുക്കണം.
ഇനി 2y into dy by dx equal to minus 2x. dy by dx equal to minus 2x by 2y. രണ്ട് വെട്ടിപ്പോയാൽ minus x by എന്ത് കിട്ടി y. അടുത്ത ക്വസ്റ്റ്യൻ x raised to y equal to y raised to x. Then find dy by dx. A function raised to another function. So we have to take logarithm on both sides. Left side log കൊടുത്തു, ഇവിടെ കൊടുത്തു. log x raised to m ഒരു പ്രോപ്പർട്ടി ഉണ്ട്, m into log x. അപ്പോൾ ഇവിടെ y into log x, ഇവിടെ x into log y. Now which is an implicit function. We have to differentiate each term with respect to x. Product rule apply ചെയ്യണം. y അതുപോലെ log x ന്റെ ഡെറിവേറ്റീവ് 1 by x plus second function അതുപോലെ y യുടെ ഡെറിവേറ്റീവ് with respect to x dy by dx equal to ഇവിടെ x അതുപോലെ log y യുടെ ഡെറിവേറ്റീവ് 1 by y. y ആണ് with respect to x ആയതുകൊണ്ട് into dy by dx plus log y അതുപോലെ x ന്റെ ഡെറിവേറ്റീവ് എന്താണ് 1. അടുത്ത് ഇവിടെ നിന്ന് dy by dx ന്റെ ടേം ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ dy by dx ഔട്ട്സൈഡ് ഇവിടെ log x, ഇത് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് എക്സ് ബൈ വൈ dy by dx, അതിന് പുറത്തെടുത്താൽ മൈനസ് എക്സ് ബൈ വൈ ഈക്വൽ ടു ഇവിടെ എന്തുണ്ട് log y, ഇവ പ്ലസ് y by x അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് y by x എന്ന് കിട്ടും. ഇത് ഇൻറ്റു ആണ്, ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടി? dy by dx കിട്ടിക്കഴിഞ്ഞു. ചിലപ്പോൾ അത് കുറച്ച് ടഫായിട്ട് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് തോന്നും, സയൻസ് വിദ്യാർത്ഥികൾക്ക് അങ്ങനെ തോന്നാൻ ഒരു സാധ്യതയും ഇല്ല. അടുത്ത എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ഡോട്ട് ബി. എ ഡോട്ട് ബി അറിയാലോ, ഐരെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 3 3 പ്ലസ് -7 -2 പ്ലസ് 14. അടുത്ത 7 into 2 പ്ലസ് 14. 14 14 28 3 31. അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും കാണുക, ആംഗിൾ കാണുന്നതിന് വേണ്ടി. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ റൂട്ട് ഓഫ് 1 പ്ലസ് 49 പ്ലസ് 49 98 99 കിട്ടും. ഇതേപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കാണുക, 9 പ്ലസ് 4 പ്ലസ് 4 എന്ത് കിട്ടി? റൂട്ട് 17. ആംഗിൾ കാണുന്ന ഫോർമുല cos θ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. എ ഡോട്ട് ബി എത്രയാണ്? 31 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് റൂട്ട് 99 ഇൻറ്റു റൂട്ട് 17. അടുത്ത് തന്നിരിക്കുന്നത് എയും ബിയും തന്നിട്ടുണ്ട്. ഇത് അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഏരിയ കാണുന്ന ഫോർമുല മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. അപ്പൊ ആദ്യം എന്ത് കാണണം? എ ക്രോസ് ബി കാണണം. ഐ ജെ കെ എ എന്ന് പറയുന്ന വെക്ടറിന്റെ സ്കേലാർ കമ്പോണൻസ് എഴുതുക. എന്താണ്? 1 -7 7. ഐ ജെ കെയുടെ കോഎഫിഷ്യന്റ് എഴുതിയാൽ മതി. 1 -7 7. അതുപോലെ ബിയുടെ സ്കേലാർ കമ്പോണൻസ് 3 -2 2. So 3 -2 2. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 0i പ്ലസ് 19j പ്ലസ് 19k എന്ന് കിട്ടും. ഏരിയ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി റൂട്ട് ഓഫ് 361 പ്ലസ് 361 എന്ത് കിട്ടും? റൂട്ട് 722 എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ ഓൾസോ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. കൺസിഡർ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 20. ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുലയൊക്കെ നിങ്ങൾക്കറിയാം. a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2. അപ്പൊ ഇതാണ് വെക്റ്റർ a1, ഇത് വെക്റ്റർ a2, ഇത് വെക്റ്റർ b1, ഇതെന്താണ്? വെക്റ്റർ b2. അത് ആദ്യം എടുത്തെഴുതണം. a1 a2 b1 b2. എന്നിട്ട് a2 - a1 4i എന്ന് i കുറച്ചാൽ 3i, 5j എന്ന് 2j കുറച്ചാൽ 3j, 6k എന്ന് 3k കുറച്ചാൽ 3k. then b1 ക്രോസ് b2 ഡിറ്റർമിനന്റ് ijk. ഇവിടുത്തെ കോഎഫിഷ്യൻ 1 -3 2 എഴുതി. രണ്ടാമത്തത് 2 3 1. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -9i പ്ലസ് 3j പ്ലസ് 9k. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ പഠിച്ചേ പറ്റൂ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 മാർക്കിന് അധികം ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് 81 പ്ലസ് 3² 9 പ്ലസ് 81 റൂട്ട് 171. അടുത്ത a2 - a1 ഡോട്ട് b1 ക്രോസ് b2. ഇതും ഈ വെക്ടറും ഡോട്ട് 3 into -3 എന്താണ്? -27. അടുത്ത 3 into 3 9. അടുത്ത കെയും 3 into 9 27. ആൻസർ എന്ത് കിട്ടി? 9. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 9 ബൈ റൂട്ട് 171. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ക്രിസ്മസ് എക്സാമിനേഷനിൽ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ ചോദിച്ചത് പബ്ലിക് എക്സാമിനേഷനും ഇങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. സയൻസ് വിദ്യാർത്ഥികൾക്ക് 1 or 2 അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ചോയ്സിൽ പോകും. അവർക്കും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ് കണ്ട് പഠിച്ച കുട്ടികൾക്ക് തീർച്ചയായും ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തുടർന്നും വ്യത്യസ്തമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ അതിനകത്ത് ജോയിൻ ചെയ്യുക. ഇംപ്രൂവ്മെന്റ് +1 മാത്തമാറ്റിക്സ് സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ അതിനകത്ത് നൽകും. ടെസ്റ്റ് പേപ്പർ സീരീസ് ഇതൊക്കെ ക്രിസ്മസ് വെക്കേഷൻ കാലത്ത് നൽകുന്നതാണ്. നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ
ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.